മലയാളത്തിൽ ദുൽഖർ സൽമാൻ എന്നൊരു നടനുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? മലയാളിക്ക് ദുൽഖറെ വേണ്ടാനിട്ടോ അതോ ദുൽഖറിന് മലയാളികളെ വേണ്ടാനിട്ടോ എന്നറിയില്ല. കുറച്ച് കാലങ്ങളായി ദുൽഖറിൻ്റെ ഒരു വിവരവുമില്ല. ശരിക്കും ദുൽഖറിന് മോളിവുഡ് ഇൻഡസ്ട്രി ഇഷ്ടമല്ലേ? അപ്പോൾ എല്ലാവർക്കും സി ഫ്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ലൊരു നടൻ എന്നതിലുപരി പ്രൊഡ്യൂസർ, ഡിസ്ട്രിബ്യൂട്ടർ, അങ്ങനെ ഒരുപാട് അംഗീകാരങ്ങൾ അർഹിക്കുന്ന ആളാണ് ദുൽഖർ സൽമാൻ. മലയാളത്തിൽ ഒരുപാട് യൂത്ത് ഐക്കൺ സ്റ്റാർസ് ഉണ്ടെങ്കിലും ദുൽഖർ എന്ന മുതലിന് ഒരു പ്രത്യേക ഫയറുണ്ട്. മമ്മൂക്കയുടെ മകനായതുകൊണ്ട് മാത്രമല്ല, ഇക്കാലം അത്രയും നമ്മളെ അത്ഭുതപ്പെടുത്തിയ നടൻ. പക്ഷേ ഇക്കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ദുൽഖർ മലയാളികൾക്ക് നഷ്ടപ്പെടുന്നതായി തോന്നി. സംഭവം അന്യഭാഷാ സിനിമകൾ ചെയ്യുന്നതുകൊണ്ടാണോ എന്നറിയില്ല. മലയാളത്തിൻ്റെ സ്വന്തം ദുൽഖർ സൽമാനെ നമുക്ക് നഷ്ടമായിരിക്കുന്നു. ഏതാണ്ട് 13 വർഷത്തിന് മുമ്പ് 2012 ദുൽഖറിൻ്റെ ആദ്യ സിനിമ സെക്കൻഡ് ഷോ എന്ന് പറയുന്ന സിനിമ റിലീസാവുന്നത്. ശേഷം ഉസ്താദ് ഹോട്ടൽ, തീവ്രം എന്നീ 2 സിനിമകളും ആ ഒരു വർഷം തന്നെ റിലീസായിരുന്നു. അത്യാവശ്യം നല്ല സിനിമകളായിരുന്നു. എന്നാൽ 2013 ABCD, 5 സുന്ദരികൾ, നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി, പട്ടം പോലെ എന്നീ 4 സിനിമകൾ റിലീസായി. ആ ഒരു വർഷവും ദുൽഖറിൻ്റേത് തന്നെയായിരുന്നു. കാരണം ഒരു തുടക്കക്കാരൻ എന്ന നിലയ്ക്ക് ഈ 4 സിനിമയും ദുൽഖറിൻ്റെ കരിയറിൽ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. 2014 ദുൽഖറിൻ്റേതായി ഏതാണ്ട് 4 സിനിമകളാണ് മലയാളത്തിൽ റിലീസിനെത്തിയത്. ആ ഒരു വർഷം തന്നെയാണ് തമിഴിലെ അരങ്ങേറ്റവും. വായായി മൂടി പേസവും എന്ന സിനിമയാണ് ദുൽഖറിൻ്റെ ആദ്യ തമിഴ് ചിത്രമായി പരിഗണിക്കുന്നത്. ഈ ഒരു സിനിമ മലയാളത്തിൽ സംസാരം ആരോഗ്യത്തിന് ഹാനികരം എന്ന ടൈറ്റിലും റിലീസ് ചെയ്തിരുന്നു. 2014 സലാല മൊബൈൽസ്, ബാംഗ്ലൂർ ഡേയ്സ്, വിക്രമാദിത്യൻ, ഞാൻ എന്നീ 4 സിനിമകളാണ് മലയാളത്തിൽ റിലീസായ ദുൽഖർ സൽമാൻ്റെ സിനിമകൾ. ശരിക്കും 2014 ദുൽഖർ സൽമാൻ്റെ വർഷം. 4 സിനിമകളും അടിപൊളി ഹിറ്റ് സിനിമകളായിരുന്നു. 2015 ദുൽഖറിൻ്റെതായി 2 സിനിമകൾ മലയാളത്തിൽ റിലീസായി. അതിനർത്ഥം അതേ വർഷം ഓ കാതൽ കൺമണി എന്നൊരു തമിഴ് സിനിമയും റിലീസായിരുന്നു. 100 Days of Love, ചാർലി എന്നീ 2 സിനിമകളാണ് ആ ഒരു വർഷം റിലീസായ മലയാള സിനിമകൾ. ഈ ഒരു വർഷം അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. 2016 3 മലയാള സിനിമകളാണ് ഉണ്ടായിരുന്നത്. അന്ന് തമിഴ് സിനിമകൾ റിലീസായിരുന്നില്ല. കലി, കമ്മട്ടിപ്പാടം, ആൻമരിയ കലിപ്പിലാണ്. ഈ ആൻമരിയ കലിപ്പിലാണെന്ന് പറയുന്ന സിനിമയിൽ ഒരു ക്യാമിയോ റോളാണ് ദുൽഖർ സൽമാൻ ചെയ്തിരുന്നത്. 2017 ജോമോൻ്റെ സുവിശേഷങ്ങൾ, കോമ്രേഡ് ഇൻ അമേരിക്ക, പറവ, സോളോ എന്നീ 4 സിനിമകൾ റിലീസിനെത്തി. 4 സിനിമകളും അത്യാവശ്യം നല്ല സിനിമയായിരുന്നു. ഇതിൽ സോളോ എന്ന് പറയുന്ന സിനിമ മലയാളത്തിനും തമിഴിനുമായിട്ട് റിലീസായിരുന്നു. 2018 ഒരു മലയാള സിനിമയും റിലീസ് ചെയ്തിരുന്നില്ല. പക്ഷേ അതേ വർഷം പുള്ളിയുടെ മഹാനടി എന്ന് പറയുന്ന തെലുങ്ക് സിനിമയും കാർവാൻ എന്ന് പറയുന്ന ഹിന്ദി സിനിമയും റിലീസായിരുന്നു. എന്നാൽ 2019 ഒരു മലയാള പടം റിലീസിനെത്തി. ഒരു യമണ്ടൻ പ്രേമകഥ. സൂപ്പർ ഹിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കൂടിപ്പോവും. അത്യാവശ്യം നല്ല പടമായിരുന്നു. അതേ വർഷം തന്നെ ദ സോയ ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഹിന്ദി സിനിമയും റിലീസായിരുന്നു. ഈ ഒരു വർഷം തന്നെയാണ് ദുൽഖർ സൽമാൻ്റെ വേഫെറർ പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയും ആരംഭിക്കുന്നത്. 2020 ദുൽഖറിൻ്റെയായി 2 സിനിമകൾ റിലീസിനെത്തി. വരനെ ആവശ്യമുണ്ട്, മണിയറയിലെ അശോകൻ. മണിയറയിലെ അശോകൻ എന്ന് പറയുന്ന സിനിമയിൽ ഒരു ക്യാമിയോ റോളായിരുന്നു. അതേ വർഷം തന്നെ കണ്ണും കണ്ണും കൊള്ളയെടുത്താൽ എന്ന് പറയുന്ന ഒരു തമിഴ് സിനിമയും റിലീസായിരുന്നു. നേരെ 2021 വരികയാണെങ്കിൽ കുറുപ്പ് എന്നൊരു ഒറ്റ മലയാള സിനിമ മാത്രം റിലീസ് ചെയ്തിരുന്നുള്ളൂ. ആ ഒരു ചിത്രം അത്യാവശ്യം നല്ല ഹിറ്റായിരുന്നു. 2022 4 ഭാഷകളിലായി 4 സിനിമകൾ റിലീസ് ചെയ്തിരുന്നു. തമിഴിൽ ഹേ സിനാമിക എന്ന് പറയുന്ന ഒരു സിനിമ, മലയാളത്തിൽ സല്യൂട്ട് എന്ന് പറയുന്ന ഒരു സിനിമ, തെലുങ്കിൽ സീതാരാമം, ഹിന്ദിയിൽ ചുപ് എന്ന് പറയുന്ന ഒരു സിനിമയും. 2023 മലയാളത്തിൽ ഒരൊറ്റ പടം മാത്രം. ഒരുപാട് പ്രതീക്ഷയോടെ പാൻ ഇന്ത്യൻ ഹിറ്റ് എന്നുറപ്പിക്കാവുന്ന കരുതിയ പടമായിരുന്നു കിങ് ഓഫ് കൊത്ത. പക്ഷേ പടം വലുതായിട്ട് ഏറ്റില്ല. 2024 പുള്ളിയുടെ മലയാള സിനിമയൊന്നുമില്ല. മലയാളത്തിൽ ചെറിയൊരു ബ്രേക്ക് എടുത്തൊരു വർഷമായിരുന്നു അത്. ആ വർഷം, അതായത് കഴിഞ്ഞ വർഷം ദുൽഖറിൻ്റെ 2 സിനിമകൾ റിലീസായിരുന്നു. 2ഉം തെലുങ്ക് സിനിമകളായിരുന്നു. ഒന്ന് കൽക്കി 2898 AD. അതിലൊരു ക്യാമിയോ റോളായിരുന്നു പുള്ളി ചെയ്തിരുന്നത്. പിന്നെ വന്നത് ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമയാണ്. ലക്കി ഭാസ്കർ ദുൽഖറിൻ്റെ പെർഫോമൻസ് വേറെ ലെവലായിരുന്നു. 2025, അതായത് ഈ വർഷം ദുൽഖറിൻ്റെതായി വന്ന പടം ലോക ചാപ്റ്റർ 1 ചന്ദ്ര. സംഭവം പുള്ളിയുടെ പ്രൊഡക്ഷനിൽ വന്ന പടമായിരുന്നു. ഒരു ക്യാമിയോ റോളിലാണ് ദുൽഖർ സൽമാൻ എത്തിയത്. എന്തായാലും ലോക നല്ലൊരു സിനിമയായിരുന്നു. അങ്ങനെ ഇരിക്കെ റീസെൻ്റായി പുള്ളിയുടെ ഒരു തമിഴ് പടം കൂടി ഈ വർഷം വന്നു, കാന്ത. കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. നിങ്ങൾ ആ സിനിമ കണ്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കൂ. നല്ല പെർഫോമറായ ദുൽഖറിനെ കാണാം. ശരിക്കും രാജാവിൻ്റെ മകൻ തന്നെ. ചില സീനുകളൊക്കെ മമ്മൂട്ടിയുടെ പ്രസൻസ് ഫീൽ ചെയ്യിക്കും. ഇനി 2026 ദുൽഖറിൻ്റെതായി വരാനിരിക്കുന്നത് 3 സിനിമകളാണ്. അതിൽ 2ഉം തെലുങ്ക് സിനിമകളാണ്. ആകാംക്ഷംലോ ഓക്കോ താര എന്ന് പറയുന്ന സിനിമയും DQ41 എന്ന 2 സിനിമയാണ് തെലുങ്കിൽ വരുന്നത്. ഐ ആം ഗെയിം എന്ന് പറയുന്ന ഒരു മലയാള സിനിമയാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. എന്തുതന്നെ വമ്പൻ ഹിറ്റായ സീതാരാമവും ലക്കി ഭാസ്കറും ചുപ്പും നല്ല സിനിമകളാണെങ്കിലും ശരിക്കും അതൊന്നും മലയാള സിനിമയല്ലല്ലോ. ലാംഗ്വേജ് ഏതുമായിക്കോട്ടെ,
ഒരു ആക്ടർ എന്ന നിലയിൽ നന്നായി പെർഫോം ചെയ്യുക എന്നതാണ് ഇമ്പോർട്ടൻറ്റ്. എന്തായാലും 2026 ദുൽഖറിനെ നമുക്ക് മലയാളികൾക്ക് തിരിച്ചു കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. വരും വർഷങ്ങൾ പുള്ളിയുടെ ഒത്തിരി മലയാള സിനിമകൾ വരുമെന്നും പ്രതീക്ഷിക്കുന്നു. ദുൽഖറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ ചാനലിലെ മറ്റു വീഡിയോകളായ ഡ്യൂഡ് മൂവി റോസ്റ്റ്, എന്തുകൊണ്ട് റിലീസ്, ഹയസ്റ്റ് ഗ്രോസ് ഇൻ തമിഴ് മൂവീസ്, ഒരേ കഥയിൽ വന്ന സിനിമകൾ എന്നീ വീഡിയോകളുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.